എപ്പോഴും ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് അറിയുന്നത് വലിയൊരു ഉപകാരം തന്നെയാണ്, വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് വായ തുറക്കണമെങ്കിൽ ഇംഗ്ലീഷ് അറിയണം എന്ന ഒരു ആണല്ലോ ഇന്ന്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് അങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. എന്നാൽ നമ്മൾ ഏതു ഭാഷ പഠിക്കുമ്പോഴും ബേസ് മുതൽ പഠിച്ചാൽ നല്ലതാണ്. അത് വായിക്കാനും എഴുതാനും പറയാനും പഠിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ബേസ് ആയിട്ടുള്ള അക്ഷരങ്ങളെയാണ് പരിചയപ്പെടുന്നത്, ആൽഫബറ്റ്സിന്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും ഒരു കാര്യം നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് മുതലേ പ്രസന്റ് ചെയ്യുന്നതാണ്, ആദ്യം മുതലേ പ്രസന്റ് ചെയ്യുന്നതാണ്, അവതരിപ്പിക്കുന്നതാണ്, പഠിക്കുന്നതാണ്. അതിന്റെ ബേസ് അടിസ്ഥാനപരമായിട്ട് പഠിക്കണം. അപ്പോഴേ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ വിവരം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ ആൽഫബറ്റ്സ് എന്ന് പറയുമ്പോൾ 20 ഇംഗ്ലീഷിലെ അക്ഷരമാലകൾ 26 എന്നാണ്. അപ്പം അതിലെ 26 എന്തൊക്കെ വരുന്നുണ്ടെന്ന് അറിയോ? വവൽസ് എന്ന ഒരു വിഭാഗം വരുന്നുണ്ട്. പിന്നെ കോൺസണൻസ്. ഈ വവൽസ് ഏതാണ്? 5 ഇൻ നമ്പേഴ്സ് ആണ്. അതായത് വവൽസ് 5 നമ്പേഴ്സ് ആണ് ഉള്ളത്. പിന്നെ കോൺസണൻസ് എന്നത്, ഈ കോൺസണൻസ് ഉള്ളത് 21 നമ്പേഴ്സുകളാണ് ഉള്ളത്. ഈ 26 5 വവൽസും 21 കോൺസണൻസും ആണുള്ളത്. ഇനി വവൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എ, ഇ, ഐ, ഒ, യു. ഈ 5 എണ്ണാണ് വവൽസ് ആയിട്ട് വരുന്നത്. എ, ഇ, ഐ, ഒ, യു. ഞാൻ ഇവിടെ ലെഫ്റ്റിൽ എഴുതിയത് ക്യാപിറ്റൽ ലെറ്റേഴ്സും റൈറ്റിൽ എഴുതിയത് സ്മോൾ ലെറ്റേഴ്സും ആണ്. ഇങ്ങനെ 2 വിഭാഗം ലെറ്റേഴ്സുകൾ ഇംഗ്ലീഷിലുണ്ട്. കോൺസണൻസ് എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് കോൺസണൻസ്? അതായത് 21 ലെറ്റേഴ്സുകൾ ഉണ്ട്. ഇതിൽ വരുന്ന ലെറ്റേഴ്സുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബി, സി, ഡി, എഫ്, ജി, എച്ച്, ജെ, കെ, എൽ, എൻ, എൽ, എം, എൻ, പി, ക്യു, ആർ, എസ്, ടി എന്നാണ് എഴുതുക. പക്ഷെ നമ്മൾ ഇതെപ്പോഴും വായിക്കുമ്പോൾ ബ, ക, ഡ, ഫ, ഗ, ഹ, ജ, ക, ല, മ, ന, പ, ക, റ്, സ്, ട്, യ, സ്. ഇങ്ങനെയാണ് നമ്മൾ അത് വായിക്കേണ്ടത്. ഇനി ജനറൽ ആയിട്ടുള്ള വേർഡ്സുകൾ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് തന്നെ ഞാൻ ജസ്റ്റ് ഒരു 2 എക്സാമ്പിളേ കൊടുത്തിട്ടുള്ളൂ. ബാറ്റ്. കണ്ട, ബ എന്ന കോൺസണന്റ് ശബ്ദത്തിനോട് എ എന്ന വവല് വന്നപ്പോൾ നമ്മൾ വായിക്കുന്നത് ബാ. പിന്നെ ഒരു കോൺസണൻസും കൂടി വന്ന് ട്, അതാണ് ബാറ്റ്. ബ എന്ന കോൺസണന്റ് ശബ്ദത്തോടു കൂടി എ എന്ന വവല് വന്നു, പിന്നെ ഒരു ഗ എന്ന കോൺസണൻസ് വന്നു, അതാണ് ബാഗ്. ബ എ ടി ബാറ്റ്, ബ എ ജി ബാഗ്. പിന്നെ ഇത് കുറച്ചൊരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് ആണ്. CVC വേർഡ്സ് എന്ന് പറയുമ്പോൾ കോൺസണൻസ്, വവൽസ് ആൻഡ് കോൺസണൻസ് ആ ഒരു ഫോർമാറ്റിൽ വരുന്നതാണ്. അതായത് ബാറ്റ്, ഞാൻ ഈ ഓർഡറിലാണ് വായിക്കുന്നത്. BAT ബാറ്റ്, CAT കാറ്റ്, DAB ഡാബ്, FAT ഫാറ്റ്, GAS ഗ്യാസ്, JAM ജാം, MAD മാഡ്, NAG നാഗ്, PAN പാൻ, RAM റാം, SAT സാറ്റ്, VAN വാൻ, MAN മാൻ, BAG ബാഗ്, CAP cap, DAD dad, GAL gal,
HAT H എന്നാണ് എഴുതുക, പക്ഷെ ഉച്ചാരം ഹ എന്നാണ് കേട്ടോ. ഹാറ്റ്. LAB ലാബ്. NAP നാപ്പ്. PAT പാറ്റ്. അപ്പൊ ഇവിടെ ലെഫ്റ്റിൽ എഴുതിയതെല്ലാം ക്യാപിറ്റൽ ലെറ്ററും റൈറ്റിൽ ബ്രാക്കറ്റിൽ ഞാൻ കൊടുത്തിട്ട് എഴുതിയതെല്ലാം സ്മോൾ ലെറ്ററുമാണ്. അപ്പൊ നമ്മൾ ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ മെയിനായിട്ടും ആ ഭാഷയിലുള്ള ആ ലാംഗ്വേജിലുള്ള വേർഡ്സുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ബേസിക് ലെറ്റേഴ്സുകൾ പ്രധാനമായിട്ടും പറഞ്ഞ് 26 വേർഡ്സ് ലെറ്റേഴ്സുകളാണുള്ളത്. വവൽസ് ഉണ്ട്, കോൺസണൻസ് ഉണ്ട്. വവൽസും കോൺസണൻസും കൂടിയാണ് ഒരു വേർഡ്സ് ഉണ്ടാകുന്നത്. ചിലപ്പോൾ വവൽസ് സ്റ്റാർട്ടിങ്ങിൽ വരാം, ചിലപ്പം കോൺസണൻസ് സ്റ്റാർട്ടിങ്ങിൽ വരാം. അത് അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ടാകും. പക്ഷെ ഏതൊരു ഭാഷ പഠിക്കുമ്പോഴും നമ്മൾ അതിന്റെ ബേസിക് ഫസ്റ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ പിന്നെ കൂടുതൽ വേർഡ്സുകൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ ഇപ്പം കിട്ടും. ലിസ്റ്റ് ഓഫ് വേർഡ്സ് എന്ന് അടിച്ചിട്ട് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് ഒരു എപ്പിസോഡുമായിട്ട്, നെക്സ്റ്റ് ഒരു ഇതിന്റെ അടുത്ത ഭാഗമായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.